ഹനുമാൻ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ശക്തിയുടെയും ഭക്തിയുടെയും ഒരു രൂപമാണ്. പക്ഷേ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് നമ്മൾ അറിയുന്ന ഹനുമാൻ യഥാർത്ഥ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ്. ആ മറഞ്ഞിരിക്കുന്ന കഥയിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. നമ്മളൊക്കെ കഥകളിലും സിനിമകളിലുമൊക്കെ കാണുന്ന ഹനുമാൻ അല്ലേ, ആ ശക്തനായ വിശ്വസ്തനായ വാനരരൂപത്തിലുള്ള ദൈവം, ഇതിഹാസങ്ങളിലെ ഒരിക്കലും തോൽക്കാത്ത വീരനായകൻ. ഇതാണ് നമുക്ക് ഏറ്റവും പരിചിതമായ ചിത്രം. പക്ഷേ ഈ കാണുന്ന രൂപത്തിനപ്പുറം നമ്മൾ അറിയുന്നതിലും ഒരുപാട് പുരാതനനും സങ്കീർണനുമായൊരു കഥാപാത്രമാണ് ഹനുമാൻ എന്ന് പറഞ്ഞാലോ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ കേട്ടറിഞ്ഞ കഥകൾക്കപ്പുറത്തേക്കുള്ള ഒരു യാത്രയ്ക്കാണ്. അപ്പോ ആ വലിയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇതിഹാസങ്ങളിലെ ഹനുമാനെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ നോക്കൂ, രാമായണത്തിലാണെങ്കിൽ ഹനുമാനാണ് കടല് ചാടിക്കടന്ന് സീതയെ കണ്ടെത്തുന്നത്. രാമനിലേക്കുള്ള ഒരു പാലം തന്നെയാവുകയാണ് അവിടെ. ലക്ഷ്മണനു വേണ്ടി സഞ്ജീവനി മല മൊത്തമായിട്ട് പൊക്കിയെടുത്തു കൊണ്ടുവരുന്നു. ഇനി മഹാഭാരതത്തിലേക്ക് വന്നാലോ, അവിടെയും ഹനുമാനുണ്ട്. അർജുനന്റെ രഥത്തിലെ കൊടിയിലിരുന്ന് വിജയത്തിലേക്ക് നയിക്കുന്നു, ഭീമന്റെ യുദ്ധഗർജനത്തിന് ശക്തി കൂട്ടുന്നു. അതായത് ഈ രണ്ട് ഇതിഹാസങ്ങളെയും മുന്നോട്ടു കൊണ്ടുപോയ ഒരു നിർണായക ശക്തിയായിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് ആ ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ മാറി ഹനുമാന്റെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ മുതലാണ് കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. പുരാതന ജ്ഞാനമനുസരിച്ച് മനുഷ്യരാശി എന്ന് പറയുന്നത് പല പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇതിനെയാണ് മൂലവംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈയൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഹനുമാൻ വരുന്നത് നമ്മളൊക്കെയുള്ളതിന് മുൻപുള്ള അമർത്യരായ ലെമൂറിയൻ വംശത്തിൽ നിന്നാണ്. അതേസമയം രാവണൻ പ്രതിനിധീകരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനും ശക്തിക്കും പ്രാധാന്യം നൽകിയ അറ്റ്ലാന്റിൻ വംശത്തെയാണ്. പിന്നെ ശ്രീരാമൻ, അദ്ദേഹം നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ആര്യൻ യുഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരാം, രാമായണത്തിലെ വാനരന്മാർ ആരായിരുന്നു? വെറും കുരങ്ങന്മാരായിരുന്നു? അല്ല, അവരെയൊക്കെ കാമരൂപികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് യോഗശക്തി ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഏതു രൂപവും സ്വീകരിക്കാൻ കഴിവുള്ള ഉയർന്ന തലത്തിലുള്ള ജീവികൾ. അപ്പോ ഹനുമാന്റെ ശക്തിയുടെ ഒരു വേറെ തലം തന്നെയാണിത്, അല്ലേ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് മാരുതി എന്നായിരുന്നു. പിന്നെങ്ങനെ ഹനുമാനായി? അതിനൊരു കഥയുണ്ട്. ചെറുപ്പത്തില് സൂര്യനെ ഒരു പഴമാണെന്ന് കരുതി വിഴുങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചാടി. അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് അദ്ദേഹത്തിന്റെ താടിയെല്ലിന് ഒരടി കൊടുത്തു. ഹനു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ താടിയെല്ലെന്നാണ് അർത്ഥം. ആ അസാധാരണമായ ധൈര്യത്തിന്റെ ഓർമ്മയ്ക്ക് ആ അടയാളം നിലനിർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ഹനുമാൻ എന്ന പേര് വന്നത്. അപ്പോ ഹനുമാൻ ആരാണെന്ന് നമുക്കിപ്പോ ഒരു ധാരണ കിട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഹനുമാൻ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? പ്രത്യേകിച്ച് യോഗശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഒരുപാട് വർദ്ധിക്കും. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. ആത്മാവിനും പരമാത്മാവിനും ഇടയിൽ പാലം പണിയുന്നവനാണ് ഹനുമാനെന്ന്. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ജീവാത്മാവിനെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ പരമാത്മാവുമായി കൂട്ടിയിണയ്ക്കുന്ന ഒരു വലിയ ശക്തി, ഒരു പാലം. അതാണ് ഹനുമാൻ. അതായത് രാമായണത്തെ ഒരു യോഗപരമായ രൂപകമായിട്ട് കാണാം. ഇവിടെ സീത എന്ന് പറയുന്നത് ലൗകികമായ ആഗ്രഹങ്ങളിലൊക്കെ പെട്ടുപോയ നമ്മുടെ ജീവാത്മാവാണ്. രാമൻ പരമാത്മാവും. അപ്പോ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗുരു അല്ലെങ്കിൽ ആ പ്രാണശക്തി, അതാണ് ഹനുമാൻ. അദ്ദേഹം ജീവാത്മാവിനെ കണ്ടെത്തി പരമാത്മാവിലേക്ക് തിരികെ വഴി കാണിച്ചു കൊടുക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ യാത്രയുടെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഹനുമാൻ ഈ ഗുരുവായി മാറുന്നത്? അതിന്റെ ഉത്തരം പ്രാണനിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ജീവശക്തിയാണ്. വായുപുത്രൻ എന്ന് വിളിക്കുന്ന ഹനുമാൻ ഈ പ്രാണശക്തിയുടെ ഒരു മൂർത്തീഭാവം തന്നെയാണ്. ആത്മീയമായ ഉയർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഈ ജീവശക്തിയുടെ അധിപനാണ് അദ്ദേഹം. അപ്പോ നോക്കൂ, ഇതിഹാസങ്ങളിലെ വീരനായകൻ, പുരാതന വംശത്തിൽ നിന്നുള്ളയാൾ, നമ്മുടെയെല്ലാം ആത്മീയ യാത്രയിലെ വഴികാട്ടി. ഹനുമാന്റെ ചിത്രം ഏകദേശം പൂർണ്ണമാവുകയല്ലേ? അദ്ദേഹം വെറും ഭൂതകാലത്തിലെ ഒരു കഥാപാത്രം മാത്രമല്ല, ഇന്നും ഇവിടെ സജീവമായ, ഒരിക്കലും മരിക്കാത്തൊരു സാന്നിധ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹനുമാൻ ഒരു വ്യക്തി മാത്രമല്ല, അതൊരു പ്രപഞ്ച തത്വം കൂടിയാണ്. അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ്. അതായത് ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരാൾ. ആത്മാക്കളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു സദ്ഗുരുവാണ്. ജീവശക്തിയുടെ അധിപനായ വായുപുത്രനാണ്. ഈ പറഞ്ഞ എല്ലാ ദിവ്യഗുണങ്ങളും ഒത്തുചേർന്ന ഒരു മഹാസത്ത,
അതാണ് ഹനുമാൻ. അദ്ദേഹം മനുഷ്യരാശിക്ക് നൽകിയ ഒരു വലിയ വാഗ്ദാനമുണ്ട്. ഈ ലോകത്തെ എവിടെയെങ്കിലും ഒരാളെങ്കിലും രാമ എന്ന നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന്. അദ്ദേഹത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഏറ്റവും വലിയ തെളിവാണിത്. ഹനുമാന്റെ ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ വെറും കെട്ടുകഥകളായി കേട്ടുതള്ളുന്ന പുരാണങ്ങളിൽ ഇതുപോലെ കണ്ടെത്താനായി കാത്തിരിക്കുന്ന എത്രയെത്ര ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാമല്ലേ? ഒരുപക്ഷെ ഓരോ കഥയും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും അറിയാനുമുള്ളൊരു ക്ഷണമായിരിക്കാം.